ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ 365 കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത പമ്പുള്ളത്. ആപ്പിൾ നോക്കുന്നു. തിന്നു ഫ്ലാഗ് നമ്മളെ പറക്കുന്ന നോക്കിയേ, അതുപോലെ കാറ്റാണ് ഇവിടെ. അതാണ് അടൽ ടണൽ കേട്ടോ. അങ്ങനെ നമ്മൾ അടൽ ടണൽ കഴിച്ചിട്ട് നമ്മൾ ലേക്കുള്ള വഴിയിലോട്ട് കയറാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ അന്ന് വന്നില്ലേ, അന്ന് പോയ അതേ വഴിയാണിത്. ഫുൾ ആപ്പിൾ ഇല്ല, കുറച്ചിടത്തൊക്കെ ഉള്ളൂ. അവിടെ അങ്ങോട്ടുണ്ട്, അത് നമുക്ക് അപ്പുറത്തോട്ട് മാറിയിട്ട് ഇറങ്ങാം. ഇത് മൊത്തം ക്യാബേജ്. അന്ന് വന്നപ്പോൾ ഇതുപോലെ കൃഷിയായിരുന്നു, നമ്മൾ മൊത്തം കാണാൻ പറ്റിയില്ല. അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറണം. നേരെ അവിടെയുണ്ട്. നമ്മൾ പോണ വഴിക്ക് ആപ്പിൾ തോട്ടത്തിട്ട് പോണേ. പേരയ്ക്കൊക്കെ കാച്ചി കിടക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ആപ്പിളാണ്. ഈ ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർ പറിച്ചെടുത്ത് കൊണ്ടുപോയി തോന്നുന്നു. അകത്തോട്ട് ഒത്തിരി ഉണ്ട്. എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ആപ്പിൾ. ദേ ആപ്പിൾ കണ്ടോ, ആപ്പിൾ നിൽക്കുന്നുണ്ടോ? പച്ച ആപ്പിളുണ്ട്, പറക്കില്ലേ മീൻസ് ഇവിടെ പറിച്ചെടുത്തിട്ടോ. നമുക്ക് ഇപ്പം തെറിയൊക്കെ അവിടെ ആൾക്കാർ പോകണം, മാറ്റിപ്പിടി. ഇതാണ് നമ്മൾ അന്ന് താമസിച്ചത്. എന്തേ ആപ്പിൾ വെക്കുന്നു. ഇതാണ് സെറ്റപ്പ്. ഇതാണ് ആപ്പിൾ മരം. നമ്മൾ അന്ന് വന്നപ്പോൾ ഇത് മൊത്തം പൂവായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് മാലിൻസി ഇപ്പം ഇന്ന് മൊത്തം ഇപ്പോൾ അത് മൊത്തം കായായി ആപ്പിളായി. അധികം മൊത്തം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറി കാണിക്കാം. മച്ചമ്പറത്തെ വീണ്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അന്നേരം താമസം. നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തോടൊന്ന് കയറി നോക്കാം. ആപ്പിള് പറിക്കുന്നൊക്കെ ഒന്ന് ഓക്കെ. വിളിക്കാം. കേരള സൈക്കിള്. ഈ പച്ച ആപ്പിള് കൊല കുത്തി കിടക്കുന്നുണ്ടോ? അവിടെ ആൾക്കാരുണ്ട്. അതെ, ഇവിടെ ആപ്പിളിൻ്റെ വിളവെടുത്തോണ്ടിരിപ്പുണ്ട് ആൾക്കാർ. ഇതൊക്കെ കേരള. അതെ, ആപ്പിൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ. അയ്യമ്മ ആപ്പിൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ തൊട്ടയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകും. ആപ്പിളുണ്ട്. ആപ്പിൾ. അമ്മ आपका नाम? मेरा नाम मृष्टि देवी. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് അതിൻ്റെ അതെ, ഇതിൻ്റെ മേളിൽ ആളുണ്ട് കേട്ടോ. പറിച്ചെടുക്കുകയാണ്. പറിച്ച് സെറ്റാക്കിയിട്ട് അവർ കൊണ്ടുവന്നാണ് കാണുന്നത്. ഇങ്ങനെ കൊണ്ടുപോകണം നോക്കട്ടെ കേട്ടോ. പുള്ളി സെറ്റാക്കി കൊണ്ടുപോകും. ഹായ് ഭയ്യ, आपका नाम क्या है भैया? വിനീത്. ഓക്കെ. ഇപ്പോൾ പുള്ളി സെറ്റായിട്ട് അത് സാധനം കൊണ്ടുപോകുന്ന നോക്കിയോ. സിമ്പിളായിട്ട്. ഏത് ഹൗ മച്ച് kg? नो You don't know. किलो बैठ कितना वेट है? Yes पापा, 1 किलो बैठ 50 होना. 50. ഓ, 50 കിലോ ഒക്കെ ഉള്ളതാണത്. ഇത് അവരിങ്ങനെ തോളത്തോടിട്ടു. ഓക്കെ, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് പുള്ളി പോകുന്നത്. സിമ്പിളായിട്ട് എടുത്തോണ്ട് പോകുന്നു. വളരെ സിമ്പിളായിട്ട് കൂളായിട്ടാണ് പുള്ളി പോകുന്നത്. ओके भैया, ये गोल्डन ये वाला गोल्डन है. खट्टा
आता है पत्ता ഓക്കെ ഓക്കെ. ഈ ആപ്പിൾ ഗോൾഡൻ ആപ്പിളാണ്. ജാസ്തി അല്ല പൂരാ ക്യാ ബോല സ്വീറ്റ് സ്വീറ്റ് ഏക്കാ ले लो खाना तो ആ. അപ്പോൾ ദേ നമ്മളത് അയ്യോ ഗോൾഡൻ ആപ്പിൾ തേണ്ടത് ഗോൾഡൻ ആപ്പിൾ ഏക്ക് ഏക്ക് ഏക്ക്. അപ്പോൾ അതേ നമുക്ക് ഒരെണ്ണം തരുന്നുണ്ട്. താങ്ക് യു. ഓ അമ്മ ऐसा कहा था कोई प्रॉब्लम नहीं. कोई प्रॉब्लम ओके. वाओ वेट എൻസി അടിപൊളി എന്ന് പറഞ്ഞാൽ സാധാ ആപ്പിളൊക്കെ നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. मस्टर्ड फ्री എൻസി ഓൾറെഡി പറഞ്ഞു കാണാം. നമുക്ക് അവിടെ ഒരു ഇഷ്ടം പോലെ നമ്മൾ അവിടെ ചെയിൻ ടൈറ്റ് ചെയ്തില്ലായിരുന്നു. ആ ചെയിൻ ടൈറ്റ് ചെയ്ത് അവന്മാർ ഭയങ്കര ടൈറ്റാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ നമ്മൾ വന്ന വഴിക്ക് ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് ചെയിൻ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവന്മാർ പറഞ്ഞു ചെയിൻ അധികം ടൈറ്റാണ്. അതിന് പുള്ളി ഒന്ന് ചെയിൻ ലൂസാക്കാൻ വേണ്ടി പോവാണ്. കാരണം നമ്മൾ ചെയിൻ ടൈറ്റാക്കിയിട്ടും ചെയിൻ ലൂപ്പ് അടിച്ചിട്ടും വീണ്ടും വീണ്ടും സൗണ്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കി വണ്ടി മൊത്തം അഴുക്കാണ്, ഫുൾ അഴുക്കാണ്. അപ്പോൾ നമ്മളിതേ കുറച്ച് കർണാടക ആൾക്കാരെ കണ്ടു ബാംഗ്ലൂരിൽ നിന്ന്. ജയനഗറിനാ യുവർ നെയിം? Rahil. Rahil. Yeah. Your name? My name is Sarfaraz, Hyderabad. Hello, Shoaib. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരെല്ലാം ജസ്റ്റ് ഫോർ Yeah, please go ahead. ഓക്കെ ഓക്കെ. We are going for a ride again. We are starting from here. ലേ ലഡാക്ക്. Leh Oh, Ladakh. yeah, we are going to Leh Ladakh. ഓക്കെ From here. We're starting from here. ഓക്കെ. ടുഡേ യു ആർ സ്റ്റഡിങ്? Yeah. Today we are starting. ഓക്കെ ഓക്കെ. വി വിൽ മീറ്റ് ഇൻ ദെയർ. You're a YouTuber? യാ Your channel? മൈൽസ് ടു ഗോ. Miles to go. അപ്പോൾ നമ്മുടെ ചെറിയൊരു ചാനൽ ഇറ്റ്സ് എ സ്മോൾ ചാനൽ, നോട്ട് എ ബിഗ്. Whatever. ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓൺലി. Passion is big, no? Yeah. It doesn't matter. അപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, വണ്ടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് നമുക്ക് വിടണം. പുള്ളി എന്തായാലും നോക്കുന്നുണ്ട്. എന്നാൽ ഈ ചെയിൻ്റെ കേസ് നമ്മൾ ഒത്തിരി നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്രീമിലോട്ട്, എൻ്റെ ലൈഫിലെ ഡ്രീമിലോട്ട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒന്നല്ലെങ്കിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മണാലിയിലാണ്. നേരെ സോളാമലിയൊക്കെ കയറി, സോളാമലിയാണ് മറ്റേ ഈ വഴി കൂടി നമ്മളെ അടൽ ടണലിലേക്ക് വഴി നമ്മൾ കയറാൻ പോവാണ്. ലഡാക്ക്, ലഡാക്കിലോട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരു രക്ഷയില്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എക്സൈറ്റഡ് ആണ്. എന്തായാലും പോയി കണ്ട് പൊളിച്ചിട്ട് വേണം. അപ്പോൾ ബൈ ഗായ്സ്, സ്റ്റേ ട്യൂൺ, ബൈ.
അപ്പോൾ ഈ അടൽ ടണലിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ അടൽ ടണലിൽ കയറാൻ സാധിച്ചില്ല. ഈ അടൽ ടണലിന് മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ തടയുകയും നമ്മൾ അവിടെ വെച്ച് റൈഡ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായേ. ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കിക്കൊണ്ട് നമ്മളത് അടൽ ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടൽ ടണൽ റോക്താൻ ടണൽ എന്നുകൂടി ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഫോർമർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ. ഇത് ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹൈവേകളിൽ 10,000 ഫീറ്റ് എബോവ്, അതായത് 10,000 ഫീറ്റ് എബോവ് ഉള്ള സ്ഥിതി ചെയ്യുന്നത്. ഇത് 10,000 ഫീറ്റ് എബോവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 9.2 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ ദൂരം എന്ന് തന്നെ പറയുന്നത്. ഈ സംഭവം നിലവിൽ വന്നിട്ട് 2020 ആണ് ഡിസംബർ 12-ാം തീയതി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാജ്യത്തിനാണ് സമർപ്പിച്ചത്. സംഭവം ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. അതായത് നമുക്ക് ലേ ലഡാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബോർഡർ ഓർഗനൈസേഷനാണ്, റോഡ് ഓർഗനൈസേഷനാണ്. BRO എന്ന് പറയും അവരുടെ പേര്. ശരിക്കും ഇത് മണാലിയെയും കീലോങ്ങിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടണലാണ്. പണ്ട് മറ്റേ റൂട്ട് പോകുകയാണെങ്കിൽ ടണൽ വരുന്നതിന് മുമ്പ് 116 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു സ്ഥലം നമ്മൾ വെറും 9 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ച് സമയം ലാഭിക്കുന്ന ഒരു ടണലാണിത്. ഫ്ലാഗ് നമ്മൾ പറക്കുന്ന നോക്കിയേ, അതുപോലെ കാറ്റാണ് ഇവിടെ. അതാണ് അടൽ ടണൽ കേട്ടോ. അങ്ങനെ നമ്മൾ അടൽ ടണൽ കഴിഞ്ഞ് നമ്മൾ ലേക്കുള്ള വഴിയിലോട്ട് കയറുന്നത്. ബാക്കി ആയിരിക്കും.
ചവിട്ടി വെട്ടിക്കാൻ നമ്മൾ അവിടെ മുന്നിൽ മുട്ടി വീഴും. അതിന് നല്ല ചാടുവാണ്. ഇവിടെ കയറാം. Why you want to stop here? Eating Maggie also, no Maggie. You want to eat Maggie, huh? Huh? You eat that. You want a thali? Yeah, I have brought my rice now. Okay. You want the Maggie now? അപ്പോൾ അതേ നാളെ നമ്മൾ അടൽട്ടണിലൊക്കെ കഴിഞ്ഞ് കുറേ ഇങ്ങ് വന്നു. കുറച്ച് വന്നിട്ട് ഇപ്പം ഏകദേശം സമയം ഉച്ച കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയും സമയം ഉച്ചയല്ല, 3:30 വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ നല്ല വെയിലാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇവിടെ ഓൾറെഡി ഇവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 2 മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഗി കഴിക്കുന്നു. പിന്നെ ഇവരുടെ ഫുഡുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് വൺ? കിച്ചടി. അപ്പോൾ അവർ കിച്ചടി വെജ് ബിരിയാണി. ഓക്കെ, ഇതാണത്. അവർ നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നു. ലുക്ക് ഹിയർ ജയ്. Jay is very interesting to picture. ബ്രോ അവർ ബിസിയാണ്, ഫുള്ള് ബിസിയാണ് ഭക്ഷണം കഴിക്കാൻ. അതേ നമ്മുടെ ലിജോയുടെ ക്യാരക്ടർ സെയിം ആണ്. ഫോട്ടോ എടുക്കാൻ രണ്ടുപേരും ரொம்ப പസിയായത്. തമിഴ് അറിയാം, കന്നഡ അറിയാം, പല ഭാഷകളും അറിയാം. അവൻ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. നല്ല തണുപ്പുണ്ട്. ഇത് നോക്കിയേ, അവിടെ ചുറ്റുപുറം നോക്കിയാൽ ആ മല കണ്ടോ? ആ മലയിൽ മൊത്തം ഇങ്ങനെ ഇത് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. പൊളി വ്യൂ ഒക്കെയാണ് അവിടെ. നമ്മൾ എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. ബൈ ഗൈസ്. അതായത് നമ്മളിപ്പോൾ അടൽട്ടണൽ കഴിഞ്ഞിട്ട് ഉള്ള പമ്പിലാണ് നിൽക്കുന്നത്. ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ 365 കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത പമ്പുള്ളത്. അപ്പോൾ നിങ്ങൾ പോരുമ്പോൾ അടൽട്ടണൽ
അടട്ടാളിന് മുമ്പൊരു പമ്പുണ്ട്. ആ പമ്പിൽ കയറരുത്. ആ പമ്പിൽ കയറി നിങ്ങൾ പെട്രോൾ അടിച്ചോ. പക്ഷേ നിങ്ങൾ അതിന് ശേഷം വരുന്ന ഈ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് നിങ്ങളുടെ വണ്ടിക്കും പെട്രോൾ അടിച്ച് നിങ്ങൾ ക്യാനിലും പെട്രോൾ എടുക്കണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ പണി കിട്ടുക, പെട്രോൾ തീർന്നു പോയാൽ പമ്പില്ല. 365 കിലോമീറ്റർ കഴിഞ്ഞ് പമ്പുള്ളൂ. പിന്നെ അടൽട്ടാണിൽ നമുക്ക് പെട്രോൾ അനുവദനീയമല്ല. ഗ്യാസ് അതുപോലത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്രോൾ കരുതാനുള്ള മറ്റേ ക്യാനും മേടിച്ചുകൊണ്ട് വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ക്യാൻ മേടിക്കാൻ നിന്നാൽ നാട്ടിൽ ആ ക്യാനിന് 60 രൂപ ക്യാനാണ്. ആ ക്യാൻ ഇവിടെ വന്നപ്പോൾ എത്ര 120 രൂപ. ഡബിൾ പ്രൈസാണ് നമുക്കിവിടെ കൊടുക്കേണ്ടി വരിക. അതും വില പേശി ഒരു വില പോയാലും പൈസ പോലും കുറച്ച് തരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റില്ല, മണാലിയിൽ നിന്നെങ്കിലും മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും വിചാരിക്കുക, അതും കണക്ക് കൂട്ടിയിട്ട് വരിക. 365 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത പമ്പുള്ളൂ. അപ്പോൾ നമ്മളിനി മല കയറാൻ പോവുകയാണിത്. ആ റൂട്ടൊക്കെയാണ് കയറാൻ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് കയറി പോവാം. ഇനി ഒരു ATM കൂടെ ഉണ്ട്. ആ ATM കൂടെ പൈസ എടുക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇനി ഇലക്ട്രോണിക്സ് അത് നെറ്റ്വർക്കുകളൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ എടുത്ത് നേരത്തെ സൂക്ഷിക്കുക. ഇവിടെ ATM നമുക്ക് കാർഡ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ പൈസ എടുത്ത് കൈ സൂക്ഷിക്കുക ആവശ്യത്തിനുള്ള. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിത് മണാലിയിൽ നിന്ന് കയറി നമ്മളിപ്പോൾ ഏകദേശം ഉള്ളത് എവിടെ, ജിസ്പേലാണുള്ളത്. ജിസ്പേയിൽ നമ്മൾ സ്റ്റേ എടുത്തു. നമ്മൾ ടെൻറ്റാണ് എടുത്തത്. ടെൻറ്റ് ഈ കാണുന്ന ടെൻറ്റാണ്. കണ്ടോ, 800 രൂപയാണ് നമ്മുടെ ടെൻറ്റിന് പ്രൈസ്. 2 പേർക്ക് കൂടെ. ശരിക്കും 4 പേർക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു കപ്പിൾസിന് മാത്രം, ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഇച്ചിരി അലങ്കോലാക്കി ഇട്ടേക്കുവാണ്. സാധനങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചേക്കുന്നത്. പെട്രോളൊക്കെ മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സിമെൻറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്, കെട്ടിയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 800 രൂപ 2 പേർക്ക്. ഫുഡ് വിത്തൗട്ട് ഫുഡാണെങ്കിൽ വിത്ത് ഫുഡാണെങ്കിൽ ചിക്കൻ അതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ച് വിത്ത് ഫുഡിന് ഏകദേശം ഒരാൾക്ക് 800 രൂപ വരും. അപ്പോൾ 1600 രൂപ വരും ഒരാൾക്കുള്ള ഫുഡ്. ഇത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് സെറ്റാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫയർ ക്യാമ്പ് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ 2 പേര് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോകാം. ഇതാണ് പോകണ വഴി. ഇവിടെ ഇതുപോലെ ടെൻറ്റ് ഉണ്ട് കേട്ടോ. 1 2 3 4. പിന്നെ താഴോട്ടുണ്ട് ടെൻറ്റ്. തൊട്ട് താഴത്ത് നമ്മുടെ ആ മറ്റേ റിവർ പോകുന്നുണ്ട്. ആ റിവറിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഒന്നും കാണത്തില്ല അല്ലേ. 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എല്ലാവരും ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ആരെയും കാണത്തില്ല. ലിൻസി ഇവിടെ ഇരിപ്പുണ്ട്. ഇരുട്ടായിപ്പോയി. ഇവിടെ ലൈറ്റ് കുറവാണ്. So today we are here in Jispa, and tomorrow by 6 o'clock we are supposed to leave. Yes. Wake up by 6 o'clock. Hey! You'll burn that.